من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചെറിയവരിലും വലിയവരിലും സ്ത്രീകളിലും പുരുഷന്മാരിലുമൊക്കെ ഒരുപോലെ കാണപ്പെടുന്ന ഒരു ദുസ്വഭാവമാണ് ദേഷ്യം, കോപം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കോപിക്കാത്തവർ ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും തന്നെ തകർത്ത് കളയാൻ കാരണമാകുന്ന അവസ്ഥയിലേക്ക് പോലും ചില ദേശപ്രകടനങ്ങൾ എത്തിക്കാറുണ്ട് എന്നത് നിഷേധിക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ദേശത്തിൻ്റെ ഫലമായി ബന്ധങ്ങൾ മുറിയുകയും കുടുംബങ്ങൾ തകരുകയും സമൂഹത്തിൽ നിന്ദ്യനാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ കോപത്തെ അടക്കി വെക്കാൻ സാധിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ ഗുണഗണങ്ങൾ പറയുന്നിടത്ത് അവർ ദേഷ്യം അടക്കി വെക്കുന്നവരാണ്, കോപം ഒതുക്കി വെക്കുന്നവരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വിശാലത പറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയിൽ കടന്നു വരണം എന്ന് പഠിപ്പിക്കുകയാണ്. വസാരിഉ, നിങ്ങൾ ധൃതിയിൽ കടന്നു വരണം, നിങ്ങൾ അമാന്തിച്ച് നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, മാറി നിൽക്കാതെ, നീട്ടിവെക്കാതെ വേഗത്തിൽ നിങ്ങൾ കടന്നു വരണം. ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ വരണം. അർളുഹസ് സമാവാതു വൽ അർള്, ആ സ്വർഗം എന്നത് ആകാശഭൂമികളോളം വിശാലമാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വ കാണിക്കുന്ന, സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ്, അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ,
അല്ലദീന യുൻഫിഖൂൻ, അവർ ദാനധർമ്മം ചെയ്യുന്നവരാണ്. ഫിസ്സറാഇ വല്ലറാ, സന്തോഷാവസ്ഥയിലും സങ്കടം വരുന്ന സമയങ്ങളിലും സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. പിന്നീട് അല്ലാഹു പറയാണ് വൽകാലിമീനൽ ഗൈൽ, കോപം ഒതുക്കി വെക്കുന്നവരാണവർ, ദേഷ്യം പിടിച്ചു നിർത്തുന്നവരാണവർ. സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയാണ് അവർ ദാനധർമ്മം ചെയ്യും. സന്തോഷമുള്ളപ്പോഴും വിഷമമുള്ളപ്പോഴും അവർ സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യും എന്നു മാത്രമല്ല വൽകാലിമീനൽ ഗൈൽ, ദേഷ്യം അടക്കി വെക്കുന്നവരാണവർ. വൽ ആഫീന അനിന്നാസ്, മനുഷ്യർക്ക് മാപ്പ് നൽകുന്നവരാണവർ, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നും അവരാണ് സ്വർഗത്തിൽ പോവുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു സൽഗുണം, കോപത്തെ അടക്കി വെക്കുക എന്നത് നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. ദേഷ്യം വരിക എന്നത് സ്വാഭാവികമാണ്. നമുക്കിഷ്ടമില്ലാത്തതോ നമുക്ക് തൃപ്തിപ്പെടാത്തതോ കാണുമ്പോൾ കേൾക്കുമ്പോൾ ദേഷ്യമെന്ന വികാരം നമ്മുടെ മനസ്സിൽ വരുമെന്നതിനെ നമുക്കൊരിക്കലും മറച്ചു വെക്കാൻ, മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ അത് പ്രകടിപ്പിക്കാതെ ഒതുക്കി നിർത്താൻ, അതിൻ്റെ അളവിൽ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ നല്ലവരായി തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ ഏറ്റവും നല്ല ആളുകൾ ആരെന്ന് പഠിപ്പിച്ചപ്പോൾ കൂട്ടത്തിൽ ഈ ഗുണവും എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറായിൽ 42-ാം അധ്യായത്തിൽ 37-ാമത്തെ വചനത്തിൽ സ്വർഗം വാങ്ങുന്ന ആളുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മയുള്ളവരെ കുറിച്ചും എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞു വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, മ്ലേച്ഛമായ കാര്യങ്ങളും വൃത്തികെട്ട പ്രവർത്തനങ്ങളും വൻ പാപങ്ങളുമൊക്കെ ഒഴിവാക്കുന്നവരാണവർ. വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ, അവർക്ക് ദേഷ്യം വന്നാൽ തന്നെയും അവർ വിട്ടുവീഴ്ച ചെയ്യും. ദേഷ്യം വരില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നില്ല, പ്രവാചകൻ പഠിപ്പിക്കുന്നില്ല. ദേഷ്യം വരും, സ്വാഭാവികമാണ്. പക്ഷേ ദേഷ്യം വന്നാലും ദേഷ്യപ്പെടുന്നതിനു പകരം, എന്തെങ്കിലും അടച്ചാക്ഷേപിച്ച് പറയുന്നതിനു പകരം, തൊട്ടതിനും പിടിച്ചതിനും കുറ്റപ്പെടുത്തി ദേഷ്യപ്പെടുന്നതിനു പകരം അതിനെ നിയന്ത്രിച്ച് അടക്കി ഒതുക്കി നിർത്തി പുറത്തു കൊടുക്കാൻ അവർ തയ്യാറാകും എന്നാണ്. വഇദാ മാ ഗളിബൂ, അവർക്ക് കോപം വന്നു കഴിഞ്ഞാൽ ഹും യഗ്ഫിറൂൻ, അവർ അത് വിട്ടുകൊടുക്കും, പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത് തൻ്റെ കീഴിലുള്ളവരെ വലിയ ശബ്ദത്തോടു കൂടി ദേഷ്യപ്പെട്ട് സംസാരിച്ച് സഗൗരവം ശാസിച്ച് വികാരത്തിനടിമപ്പെട്ട് അടക്കി നിർത്തുന്നവനല്ല, മറിച്ച് അവർക്ക് വേണ്ടി അടങ്ങി കൊടുക്കുന്നവനാണ്, ഒതുങ്ങി കൊടുക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലൈസ ശദീദു ബിസ്സുർഅ, മൽപിടുത്തത്തിൽ എതിരാളിയെ അടിച്ചിരുത്തുന്നവൻ, തകർത്തെറിയുന്നവനല്ല ശക്തൻ. ഇന്നമശ്ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നവൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, തൻ്റെ ശരീരത്തെ ഒതുക്കി നിർത്താൻ സാധിക്കുന്നവൻ, അവനാണ് ഏറ്റവും നല്ല ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, സൽസ്വഭാവം എന്ന് ഒറ്റ വാക്കിൽ എങ്ങനെ നിർവചിക്കാം എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ദേഷ്യം പെടാതിരിക്കൽ എന്നാണ്. നോക്കൂ നിങ്ങൾ, ഹദീസുകളിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചിലർ ചോദിക്കുകയാണ് ഇജ്മഉ ലനാ ഹുസ്നൽ ഖുൽഖി ഫീ കലിമ, ഒറ്റ വാചകത്തിൽ സൽസ്വഭാവം എന്താണ് എന്ന് ഞങ്ങൾക്കൊന്ന് നിർവചിച്ചു തരുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു തിർക്കുൽ ഗളബ്, ദേഷ്യപ്പെടാതിരിക്കൽ, കോപിക്കാതിരിക്കൽ, എന്തു പ്രശ്നം വരുമ്പോഴും പക്വതയോടെ പെരുമാറൽ, വിവേകത്തോടെ ചിന്തിച്ച് ആലോചിച്ച് എന്തു പറയണമെന്ന് ചിന്തിച്ചു പറയൽ, ദേഷ്യപ്പെടാതിരിക്കൽ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും അധികം സോറി പറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ എന്താണെന്നറിയാതെ സംസാരിച്ചതിൻ്റെ പേരിലായിരിക്കും, ദേഷ്യപ്പെട്ടതിൻ്റെ പേരിലായിരിക്കും. പിന്നീട് അതിൻ്റെ നിജസ്ഥിതി അറിയുമ്പോൾ, സത്യാവസ്ഥ ബോധ്യപ്പെടുമ്പോൾ സോറി പറയുകയാണ് നമ്മൾ. ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുപോയി, എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് കുപിതനായി എന്നിങ്ങനെ പലപ്പോഴും നമ്മൾ ഖേദപ്രകടനം നടത്തുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ദേഷ്യത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ടുപേരുടെ വിഷയത്തിൽ തർക്കത്തിൽ നിങ്ങൾ ഇടപെടേണ്ടി വന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ, നിങ്ങൾ വിധി പറയാൻ പോകരുത്. കാരണം ആരോടാണോ നമുക്ക് ദേഷ്യം, അയാൾക്കെതിരെ അനീതി കാണിക്കാൻ പോലും ദേഷ്യം നമ്മെ പ്രേരിപ്പിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലാ യഹ്കും അഹദും ബൈന ഇസ്നൈനി വഹുവ ഗളബാൻ,
കോപിക്കുന്നവനായിരിക്കെ, ദേഷ്യമുള്ളവനായിരിക്കെ രണ്ടുപേർക്കിടയിലെ തർക്കം തീർക്കാൻ നിങ്ങൾ പോകരുത് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തിരുദൂതരുടെ അടുക്കൽ ഒരു സ്വഹാബി വരികയാണ്, അബൂദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, തിരുദൂതരെ, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലിനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നെനിക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയം എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഗ്ലബ് വലക്കൽ ജന്ന, നീ ദേഷ്യപ്പെടാതിരിക്കുക എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്, നീ കോപിക്കാതിരിക്കുക നിനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി പ്രവാചകന്റെ അരികിൽ വന്നു, അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി, പ്രവാചകരെ എനിക്കൊരു ഉപദേശം തരൂ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ലബ്, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ, പലതവണ ഔസിനി ഔസിനി, മറ്റൊരു ഉപദേശം തരൂ, മറ്റൊരു ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നു, ലാ തഗ്ലബ്, ദേഷ്യപ്പെടരുത്, കോപിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ദേഷ്യം വരാതിരിക്കാനുള്ള മാർഗങ്ങളും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിം, നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നതെങ്കിൽ ഫൽയജ്ലിസ്, അവൻ അവിടെ ഇരിക്കണം. ഫഇൻ ദഹബ അൻഹുൽ ഗളബ്, അപ്പോൾ ഒരുപക്ഷേ ദേഷ്യം പോയേക്കാം, എന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ വഇല്ല ഫൽയൽതജി, അവൻ അവിടെ കിടക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് നേരെ വിപരീതമല്ലേ സംഭവിക്കാറുള്ളത്? നമ്മൾ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരാളോട് നമുക്ക് ദേഷ്യം വന്നതെങ്കിൽ ആദ്യം നമ്മളൊന്ന് എഴുന്നേറ്റിരിക്കും, എന്നിട്ടും ദേഷ്യം വരുന്നുവെങ്കിൽ നമ്മളൊന്ന് നിൽക്കും, എന്നിട്ടും ദേഷ്യം വരുന്നുവെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. റസൂലുള്ളാഹി പറയുകയാണ്, ഇരിക്കവിടെ, കിടക്കവിടെ, നിന്റെ ദേഷ്യം പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രത്തോളം അവിടുന്ന് പറഞ്ഞു, പിശാചിൽ നിന്നുള്ള ഒരു സ്വഭാവമാണ് ദേഷ്യം എന്ന് പറയുന്നത്, പിശാചിൽ നിന്നുള്ള വൈകാരിക പ്രകടനമാണ് കോപമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടുപേർ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലേതെങ്കിലും ഒരാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ കോപം അടങ്ങുമായിരുന്നു, ഒതുങ്ങുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ അത് പിശാചിൽ നിന്നാണ് എന്നും, ഞാനിപ്പോൾ പിശാചിന് അടിമപ്പെടുകയാണ് എന്നും എൻ്റെ ഭാര്യയോട്, എൻ്റെ മകളോട്, എൻ്റെ മകനോട്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട്, എൻ്റെ അയൽവാസിയോട്, ഞാൻ കച്ചവടത്തിന് ചെന്ന എൻ്റെ ഈ കച്ചവടക്കാരനോട് ഞാൻ ഈ ദേഷ്യപ്പെടുമ്പോൾ അവിടെ വിജയിക്കുന്നത് പിശാചാണ്, ഞാൻ തോറ്റുപോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സലഫുകൾ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദേഷ്യത്തെ ഒതുക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റഹിമഹുല്ലാ പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആര് കോപിക്കുന്ന അവസ്ഥയുമായി വന്നാലും, ദേഷ്യപ്പെടുത്തുന്ന സംസാരമോ പ്രവർത്തനമോ ആയി മുന്നിൽ വന്നാൽ അദ്ദേഹം പറയും, ബാറക്കല്ലാഹു ഫീക്ക്, ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ, എന്നെ ദേഷ്യപ്പെടുത്താൻ നോക്കണ്ട, എൻ്റെ അടുക്കൽ പിശാചിനോട്ട് വരണ്ട, ഞാൻ പിശാചിന് അടിമപ്പെടുകയില്ല, ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുമായിരുന്നു എന്ന് സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലിമു വയസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരെ വെറുപ്പിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. വഇദാ ഗളിബ അഹദുക്കും, നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഫൽയസ്കുത്, നിങ്ങൾ മൗനം ദീക്ഷിക്കണം, നിങ്ങൾ മിണ്ടാതിരിക്കണം. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഒരു പക്ഷേ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത്, പിശാചിന് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു പോകും. അതുകൊണ്ട് മൗനം ദീക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അൽ ഗളബ്, കോപം എന്ന വികാരം നിരുപാധികം തിന്മയാണ് എന്നോ നിരുപാധികം നന്മയാണ് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ട സന്ദർഭങ്ങളുണ്ട്, അവിടുന്ന് കോപിച്ച സന്ദർഭങ്ങളുണ്ട്. കാരണം
ഒരു പക്ഷേ ഒരു വിശ്വാസിക്ക് കോപിച്ചാൽ കൂലി കിട്ടുന്ന സന്ദർഭങ്ങൾ പോലും വരുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ദേഷ്യം എന്ന, ഈ കോപം എന്ന ദുസ്വഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദേഷ്യം എപ്പോഴാണ് അനിവാര്യമായി തീരുക, ആവശ്യമായി വരിക, പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നുകൂടി ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും കോപിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരുന്നില്ല, നൈമിഷികമായ ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഭൗതിക കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിനോ വേണ്ടി ആയിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടിരുന്നത്. തെറ്റ് ചെയ്ത വ്യക്തിയോടല്ല പ്രവാചകന്റെ ദേഷ്യം, ആ തെറ്റിനോടായിരുന്നു, നിലപാടിനോടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യമുണ്ടായിരുന്നത് എന്നർത്ഥം. അതുതന്നെയും അനിയന്ത്രിതമായ വികാര വിക്ഷോഭമായിരുന്നില്ല. അതൊരിക്കലും സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നതായിരുന്നില്ല. അതൊരിക്കലും ശത്രുതയിലേക്ക് സ്ഥിരം നയിക്കുന്നതായിരുന്നില്ല. മറിച്ച് വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന രോഷപ്രകടനങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യങ്ങൾ ഓരോന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ദേഷ്യപ്പെട്ട വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ മിക്കതും എന്തായിരിക്കും? നമ്മുടെ കാര്യങ്ങളായിരിക്കും, നമ്മുടെ ഭൗതികമായ കാര്യങ്ങളായിരിക്കും. നമ്മൾ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക, മക്കളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക, അയൽവാസിയോട് കോപിച്ചിട്ടുണ്ടാവുക, നമ്മുടെ സുഹൃത്തുക്കളോട് നാം ചീത്ത പറഞ്ഞിട്ടുണ്ടാവുക. എന്തിനായിരിക്കും പ്രിയമുള്ളവരെ? പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾക്കായിരിക്കും, ഭൗതിക നഷ്ടങ്ങൾ പേടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദേഷ്യം വന്നാലും പറയാൻ പറ്റാത്തൊരു വാക്കുപോലും തിരുദൂതരുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാലും എനിക്കത് പഠിക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിക്കുമ്പോഴും അതൊക്കെയും എഴുതി വെച്ച് എനിക്കെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമായിരുന്നു. കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീദു ഹിഫ്ലഹു. അത് ഹിഫ്ലാക്കാൻ വേണ്ടി, മനഃപ്പാടമാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഫനഹത്തനി ഖുറൈശ്. പക്ഷേ ഖുറൈശികളിൽ ചിലർ ഇതറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ എല്ലാം ഒന്നും നീ എഴുതാൻ നിൽക്കണ്ട. വഖാലു, അവർ പറഞ്ഞു, അതക്തുബു കുല്ല ഷൈഇൻ തസ്മഉഹു മിൻ റസൂലില്ലാ. പ്രവാചകനിൽ നിന്ന് കേൾക്കുന്നതൊക്കെയും നീ എഴുതി വെക്കുകയാണോ? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബശറുൻ. റസൂലുള്ളാഹി ഒരു മനുഷ്യനല്ലേ? യതകല്ലമു ഫിൽ ഗളബി വരിള. തൃപ്തിയുള്ളപ്പോഴും ദേഷ്യം വരുമ്പോഴും റസൂലുള്ള സംസാരിക്കൂലേ? എല്ലാം എഴുതി വെക്കുകയാണോ? ഫഅംസക്തു അനിൽ കിതാബ്. എഴുത്ത് ഞാൻ നിർത്തിവെച്ചു. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോട് ഞാൻ കാര്യം പറഞ്ഞു, റസൂലേ, നിങ്ങൾ എന്തു പറഞ്ഞാലും എഴുതി വെക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്നോട് പലരും പറഞ്ഞു, അങ്ങനെ വേണ്ട, റസൂലുള്ളാഹി ഒരു മനുഷ്യനാണ്, പലതും പറയുമ്പോൾ ദേഷ്യപ്പെട്ട് പറയുന്നതൊക്കെ ഉണ്ടാകും എന്ന് എന്നോട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വായിലേക്ക് വിരൽ ചൂണ്ടി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഉക്തുബ്, എഴുതു അബ്ദുല്ലാഹ്, ഫവല്ലദി നഫ്സി ബിയദിഹി. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അല്ലാഹുവാണേ സത്യം. മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്. ഈ വായിൽ നിന്ന് നല്ലതല്ലാത്തത് പുറത്തു വരില്ല, സത്യമല്ലാത്ത ഒന്നും ഈ വായിൽ നിന്ന് പുറത്തു വരില്ല. എഴുതു അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര ദേഷ്യം വന്നപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മാതൃകയാകണമെന്നർത്ഥം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം പിടിച്ച സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, അവിടത്തേക്ക് കോപിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഏതാണ് എന്നറിഞ്ഞിരുന്നാൽ ആ തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ട ഒരു സന്ദർഭം ഖദറിൻ്റെ വിഷയത്തിൽ തർക്കിച്ചവരോടാണ്. അള്ളാഹു എല്ലാം വിധിച്ചു വെച്ചതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ നന്മ ചെയ്യുന്നവരാണോ തിന്മ ചെയ്യുന്നവരാണോ എന്ന് അള്ളാഹുവിന് നേരത്തെ അറിയുമല്ലോ. നാം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ അള്ളാഹു വിധിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്നിങ്ങനെ ഖദറിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർക്കെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ താക്കീത് നൽകി. അവിടുന്ന് ദേഷ്യപ്പെട്ടു. ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വനഹ്നു നതനാസഉ ഫിൽ ഖദർ, ഞങ്ങൾ ഖദറിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പല തർക്കവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുകയായിരുന്നു. ഫഗളിബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടു. ഹത്ത അഹ്മറ വജൂഹു, പ്രവാചകൻ്റെ മുഖം ചുവന്നുപോയി. ചില ഹദീസിൽ കാണാം റുമ്മാനിൻ്റെ നിറം പോലെ പ്രവാചകൻ്റെ മുഖം തുടുത്തു.
ദേഷ്യം കൊണ്ട് പ്രവാചകൻ ഉറുമാമ്പഴത്തിൻ്റെ മുഖം പോലെയായി. പ്രവാചകന്റെ മുഖം ഉറുമാമ്പഴം പോലെയാകി ആയി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അബിഹാദ ഉമിർത്തും അം ബിഹാദ ഉർസിൽതു ഇലൈക്കും, ഇതാണോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? ഇതിനാണോ ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകനായി വന്നിട്ടുള്ളത്? ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ഹീന തനാസഉ ഫി ഹാദൽ അംർ, ഈ വിഷയത്തിൽ തർക്കിച്ചപ്പോഴൊക്കെയും ഇതിനു മുമ്പുള്ള സമുദായങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഖദറിന്റെ വിഷയത്തിൽ തർക്കിക്കാൻ നിന്നാൽ നിങ്ങൾ തകർന്നു പോകും, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും, അഖീദ പിഴക്കും. ഇതിനാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അസംതു അലൈക്കും അല്ലാ തതനാസഉ ഫീഹി, ഈ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കാനേ പാടില്ല എന്ന് ഞാൻ ഖണ്ഡിതമായി പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ഹദീസിൽ കാണാം, വഇദാ ദുക്കിറൽ ഖദർ ഫഅംസികൂ, ഖദറിൻ്റെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾക്കറിയാത്തത് ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് സംശയം ചോദിച്ച് സംശയത്തിന് ഉത്തരം കിട്ടാതെ വന്ന് അവസാനം നിങ്ങൾ തന്നെയും ശുബ്ഹാത്തിലാകുന്ന, സംശയത്തിലാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഫഅംസികൂ, മിണ്ടാതിരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ള ദേഷ്യപ്പെട്ട മറ്റൊരു സന്ദർഭം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും വിധത്തിൽ ദീർഘിച്ച നമസ്കാരം നിർവഹിച്ച ഇമാമിനോടാണ്. നോക്കൂ നിങ്ങൾ, സ്വഹാബികൾ രേഖപ്പെടുത്തുന്നു. അബൂ മസ്ഊദ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റജുലുൻ, ഒരാൾ വന്നു എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ല അഖാദു ഉദ്രിക്കു സ്വലാത്ത മിമ്മാ യുതവ്വിലു ബിനാ ഫുലാൻ, ഞങ്ങൾക്ക് പലപ്പോഴും നമസ്കാരത്തിലേക്ക് വരാൻ തോന്നാത്തത് ഇമാമിൻ്റെ ദീർഘിച്ച നമസ്കാരം കൊണ്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഇമാം ദീർഘിപ്പിക്കുന്നത് കൊണ്ടാണ്. ഫമാ റഅയ്തു അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൗഇലത്തിൻ അശദ്ദു ഗളബൻ മിൻ യൗമഇദിൻ, അന്ന് റസൂലുള്ള ദേഷ്യപ്പെട്ട് വഅള് പറഞ്ഞ അത്ര പ്രവാചകൻ്റെ മുഖത്തൊരു കോപം ഞാൻ വേറെ ഒരു പ്രസംഗത്തിലും കണ്ടിട്ടില്ല. ഫഖാൽ, അന്ന് റസൂലുള്ള പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നക്കും മുനഫിറൂൻ, നിങ്ങൾ വെറുപ്പിക്കുന്നവരാവുകയാണോ? നിങ്ങൾ വെറുപ്പിക്കുന്നുണ്ടോ? ഫമൻ സല്ലാ ബിന്നാസി ഫൽയുഖഫിഫ്, നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ എത്രയും നീട്ടി നമസ്കരിച്ചോളൂ. പക്ഷേ ജനങ്ങളെ കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ, നിങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ ഫൽയുഖഫിഫ്, നിങ്ങൾ ആളുകൾക്ക് പരിഗണിക്കുന്ന രൂപത്തിൽ ചുരുക്കണം. ഫഇന്ന ഫീഹിം, കാരണം അവരുടെ കൂട്ടത്തിലുണ്ടാകും അൽ മരീദ് വൽ ലഈഫ് വദൽ ഹാജ, പല ആവശ്യങ്ങൾക്കും പോകേണ്ടവർ, മലമൂത്ര വിസർജനത്തിന് തോന്നി നിൽക്കുന്നവർ, രോഗികൾ, ദുർബലർ, പ്രയാസമനുഭവിക്കുന്നവർ, നിസ്കരിക്കാൻ ദീർഘനേരം നിൽക്കാൻ പറ്റാത്തവർ നിങ്ങളുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നക്കും മുനഫിറൂൻ, വെറുപ്പിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ സംസാരിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മറ്റൊരു സംഭവം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിലിങ്ങനെ അതൃപ്തി പ്രകടിപ്പിക്കുന്നവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ അമ്മായിയുടെ പുത്രനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും വേറെ ഒരു സഹോദരനും തമ്മിൽ തർക്കമാവുകയാണ്. എന്താണ് തർക്കം? അവരുടെ കൃഷിയിടത്തിൽ വെള്ളം നനക്കാൻ വരുന്ന ചാല്, വെള്ളമൊഴുകുന്ന അരുവി, അത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടത്തിലേക്ക് തിരിച്ചുവിട്ട് അവിടെ കൂടി വെള്ളം നനച്ചാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് എത്തുന്നത്. രണ്ടുപേരും തർക്കമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നപ്പോൾ പ്രവാചകൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ തോട്ടം നനച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള വെള്ളം ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് ഒഴുകും വിധത്തിൽ നീ തുറന്നു വിടണം. ഈ വ്യക്തിക്ക് അതിൽ തൃപ്തിയുണ്ടായില്ല. ഫഗളിബൽ അൻസാരിയു, ഇദ്ദേഹം അല്പം ദേഷ്യത്തോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇൻ കാന ബിനു അമ്മതിക്, റസൂലേ, അമ്മായിൻ്റെ പുത്രനായതുകൊണ്ടാണോ വെള്ളം അവിടെ നനച്ചിട്ട് മതി എനിക്ക് എന്ന് പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതലവ്വന വജ്ഹു റസൂലില്ലാഹ്, പ്രവാചകന്റെ മുഖം വിവർണമായി, പ്രവാചകന്റെ മുഖം ചുമന്നു, പ്രവാചകന്റെ ശബ്ദമിടറി. ഫഗളിബ, റസൂലുള്ള കോപിച്ചു. വഖാൽ, എന്നിട്ട് സുബൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ സുബൈർ, സുബൈറെ, ഇസ്കി സുമ്മ ഇഹ്ബിസിൽ മാഅ ഹത്താ യർജിഅ ഇലൽ ജദർ സുമ്മ ഇസ്കിയൽ മാ. സുബൈറെ, നീ നിനക്ക് ആവശ്യമായ തോട്ടത്തിലേക്കുള്ള വെള്ളം നീ പിടിച്ചു വെക്കുക, അപ്പുറത്ത് നീ ഒരു കെട്ടുകെട്ടി അവിടെ അല്പം നിർത്തിവെക്കുക, എന്നിട്ട് അതും നിറഞ്ഞാൽ സഹോദരൻ്റെ തോട്ടത്തിലേക്ക് നീ വിട്ടേക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ വെള്ളം ആവശ്യമുള്ളൊരു തോട്ടമായിരുന്നിട്ടും അല്പം നനച്ച് തുറന്നുവിടാൻ പറഞ്ഞ പ്രവാചകൻ കൂടുതൽ വെള്ളം പിടിച്ചിട്ട് തടഞ്ഞ് വെച്ചിട്ട് വിട്ടാൽ മതി എന്ന
യഥാർത്ഥ തീരുമാനത്തിലേക്ക് അപ്പോഴാണ് മാറിയത് എന്ന് ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ അതൃപ്തി കാണിക്കൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരുത്തുന്ന വിഷയമാണ് എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, മറ്റൊരു സംഭവത്തിൽ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖസമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിസ്മതൻ കബഅലിൻ മാ കാന യഖ്സിമു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധാർജിത സ്വത്ത് തൻ്റെ അനുചരന്മാർക്കിടയിൽ, അനുയായികൾക്കിടയിൽ വീതിച്ച് വിഹിതം വെച്ച് കൊടുക്കുകയായിരുന്നു. ഫഖാല റജുലുൻ മിനൽ അൻസാർ വല്ലാഹി ഇന്നഹാ ലഖിസ്മത്തുൻ മാ ഉരീദു ബിഹാ വജ്ഹല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ കൂലി ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നത്, ചിലർക്ക് കൂടുതലാണ് ചിലർക്ക് കുറച്ചാണ് എന്ന് ഒരാൾ പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു, ഇത് ഞാൻ റസൂലുള്ളാഹിയോട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് കാര്യം അവതരിപ്പിച്ചപ്പോൾ പ്രവാചകൻ്റെ മുഖം വിവർണമായി. പ്രവാചകൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. എത്രത്തോളം എനിക്ക് തോന്നി ഞാൻ ഈ കാര്യം പറയേണ്ടിയിരുന്നില്ല എന്നുപോലും തോന്നുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദേഷ്യം പ്രകടമായി. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, റഹിമല്ലാഹു മൂസ, മൂസാ നബിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. ഖദ് ഊദിയ മൂസാ ബി അക്സറ മിൻ ദാലിക്. ഇതിലേറെ മൂസാ നബി അലൈഹിസ്സലാം അനുയായികളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മൂസാ നബി ഇതിലേറെ സ്വന്തം ആളുകളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫസബർ, അപ്പോഴൊക്കെയും ക്ഷമിക്കാൻ മൂസാ നബിക്ക് സാധിച്ചിരുന്നു. അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് ദേഷ്യത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് ദേഷ്യം ആവശ്യമുള്ള സന്ദർഭങ്ങളുമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. തിന്മയിൽ നിന്നുള്ള ദേഷ്യം അത് സ്വാഭാവികമായും ആ തിന്മയ്ക്കെതിരെയുള്ള പ്രകടനമാണ് എങ്കിൽ വെറുതെ ദേഷ്യപ്പെടുക എന്നത് ചീത്ത സ്വഭാവമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ വിവച്ഛേദിച്ചു മനസ്സിലാക്കി സത്യം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ദേഷ്യം എന്ന ദുസ്വഭാവം നമ്മെ തിന്മകളിലേക്ക് നയിക്കുമെന്നും പിന്നീട് ഖേദം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറുമെന്നും പൈശാചികമായ പ്രവർത്തനമാണ് അത് എന്നും ദേഷ്യം ഒതുക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മയുള്ളവർ കോപം വരുമ്പോൾ പുറത്തു കൊടുക്കുന്നവരാണ് എന്നും ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ തിന്മകളോട് സ്വാഭാവികമായുണ്ടാകുന്ന ദേഷ്യം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരുണത്തിൽ ദേഷ്യപ്പെട്ട ഏതാനും ചില സന്ദർഭങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അറബിയിൽ അറിയപ്പെട്ട ഒരു ആപ്തവാക്യത്തിൽ കാണാം, അൽ ഗളബു അവ്വലുഹു ജുനൂൻ വ ആഖിറുഹു നദം. ദേഷ്യം അതിൻ്റെ തുടക്കം ഒരു തരം ഭ്രാന്താണ്. വ ആഖിറുഹു നദം, ഒടുവിൽ വല്ലാത്തൊരു ഖേദമാണ്. ദേഷ്യപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ നാം ചെയ്യുക? കൂടെ കിടക്കുന്ന ഭാര്യയെ എന്തൊക്കെയാണ് നാം വിളിക്കുക? എന്തൊക്കെയാണ് നാം പറയുക? നമുക്ക് നമ്മുടെ ബീജത്തിൽ ജന്മം കൊണ്ട മക്കളെ എന്തൊക്കെയാണ് നമ്മൾ വിളിക്കുക? എന്തൊക്കെയാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു പോവുക? ഒരു തരം ഭ്രാന്താണ് ദേഷ്യം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും പിന്നീട് അതിൽ നമുക്ക് തന്നെയും ഖേദം തോന്നുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന വ്യത്യസ്ത പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഖശിയതക, നിന്നെ പേടിക്കാനുള്ള സ്വഭാവം, ഫിൽ ഗൈബി വശഹാദ, ദൃശ്യത്തിലും അദൃശ്യത്തിലും നിന്നെ പേടിക്കാനുള്ള മനസ്സ് എനിക്ക് തരണേ അല്ലാഹ്. വ അസ്അലുക കലിമത്തൽ ഹഖ്, അല്ലാഹുവേ, സത്യം പറയാനുള്ള മനസ്സ് നീ എനിക്ക് തരണേ, ഫിർ റിളാ വൽ ഗളബ്, ഒരാളോട് തൃപ്തി ഉണ്ടാകുമ്പോഴും ഒരാളോട് ദേഷ്യം വരുമ്പോഴും പറയുന്നത് മാന്യമാക്കി തരണേ അല്ലാഹ്. ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ നമ്മൾ പറയുന്നുവെങ്കിൽ അള്ളാഹുവിനോട് തേടണം. ദേഷ്യം വന്നാലും തൃപ്തി തോന്നുമ്പോഴും പറയാൻ പറ്റുന്ന നല്ല വാക്കുകൾ പറയാൻ അനുഗ്രഹിക്കണേ അല്ലാഹ്.
എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയും പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളിൽ നാം പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്നവനാണ് നീ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണം യാ അല്ലാഹ്. കടങ്ങൾ വീട്ടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.